പറഞ്ഞതിന്റെ എന്താണ്? ടാസ്കുകളെ കുറിച്ചിട്ട്. യെസ്. അപ്പോ നമ്മൾ ഇന്ന് Q&A സെക്ഷൻ വെച്ചത് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ചോദിക്കാം. അതിനെ എങ്ങനാണോ അറിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലാത്ത ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതുവരെ പറഞ്ഞ, അതായത് നമ്മൾ ലെഫ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ള ഇതുവരെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതിനാണ് ഇന്ന് നമ്മൾ സെഷൻ വെച്ചിട്ടുള്ളത്. കാരണം ഓരോരോ ഭാഗം ക്ലിയർ ചെയ്ത് പോവാനാണ്. ഈ കൺഫ്യൂഷനുകൾ ഉണ്ടാവുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇതിങ്ങനെ നമ്മളെ ഉള്ളിൽ ഒരുക്കൂടിക്കൊണ്ടിരിക്കും. ആ ഒരുക്കൂടിയ സാധനം വേറൊരു രൂപത്തിൽ നമ്മളെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ അതിനെ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷനുകളെ എപ്പോഴും ക്ലിയർ ചെയ്ത് പോവലാണ്. നമ്മൾ പോകേണ്ട റൂട്ട്, വഴി എപ്പോഴും ക്ലിയർ ആക്കി പോവലാണ് നല്ലത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കാം. എന്താണ് ഓരോരുത്തരും ഹാൻഡ് റൈസ് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. അതിനാണ് ഈ സെഷൻ എന്ന് വെച്ചത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളിലുള്ള കാര്യം നിങ്ങൾ തുറന്ന് പറയണം. നമ്മൾ എത്രത്തോളമാണ് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്നത്, അത്രത്തോളം നമ്മളെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ട് ഉണ്ടാവും. അതിൽ യാതൊരു സംശയമല്ല. അത് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളായിരിക്കാം, ചിലപ്പോൾ ചില ശരിയായിട്ടുള്ള ധാരണകളായിരിക്കാം. എന്താണെങ്കിലും ചിലത് ഞാൻ പറയുന്ന കമ്മ്യൂണിക്കേഷനുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം. മേ ബി കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിക്കോളണം എന്നില്ല നിങ്ങൾ അതിനെ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള പ്രോബ്ലം കൊണ്ടും ആയിരിക്കാം മേ ബി. അപ്പോ അതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്ത് പോവലാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം എന്ന് കരുതിയത്. കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, നമ്മളുടെ ഒരു മനുഷ്യനെ റെഡിയാക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഇത്ര പ്രോബ്ലംസ് ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു ലൈഫ് ആയതുകൊണ്ട് ഇനി ഇത് ചോദിക്കായിരുന്നു എന്ന് കരുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ തുറന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കണം. ഇതിൽ വേറെ ഒരു സംഭവമല്ല. ഇത് നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്കുള്ള അതേപോലത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഈ ലോകത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതേപോലത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട്. അപ്പൊ നമ്മളൊരു പ്രശ്നം നമ്മൾ പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്കും ഇതിനുള്ള ഉത്തരം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ പല രീതിയിലായിരിക്കും അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മാത്രം. ഇതിനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എങ്ങനെ സംസാരിക്കണം ആ രീതിയിൽ ഞാൻ സംസാരിക്കും. എനിക്കറിയാം. അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ഒരുപാട് പ്രോബ്ലംസ് കൈകാര്യം ചെയ്തുകൊണ്ടാണ് പറയാനുള്ള കാരണം. ഇതിൽ പറയാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും. അല്ലാത്തതാണെങ്കിൽ നിങ്ങളെ പേഴ്സണലി നിങ്ങൾക്ക് അതിന് ആൻസർ മെസ്സേജ് ചെയ്ത് തരും. ആർക്കാണ് ആദ്യം സംസാരിക്കേണ്ടത് ഹാൻഡ് റൈസ് ചെയ്യുക, സംസാരിക്കാം. ഇതെല്ലാം നിങ്ങൾ ഒരുപാട് നിങ്ങളെ ഇത് ചെയ്യും കേട്ടോ. ഒരുപാട് ഓപ്പൺ ആവുമ്പോൾ ഒരുപാട് ഒരു എന്താ പറയാ ഭയങ്കര റിലാക്സേഷൻ കിട്ടും നമുക്ക്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല നല്ല വഴികൾ നമ്മളെ മുന്നിലേക്ക് തുറക്കപ്പെടും. അതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത. എന്നാൽ നമ്മൾ ഇതിനെ നിഗൂഢമാക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ചോദിക്കാതെ വെക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും. അതായത് അങ്ങനെയായിരിക്കും എന്ന് നമ്മളെ ഉള്ളിൽ അസ്യൂം ചെയ്യും. നമ്മൾ അതിനെ ഊഹിക്കും. ഈ ഊഹങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ തെറ്റാനുള്ള പോസിബിലിറ്റീസ് 90% കൂടുതലാണ്. അപ്പൊ ആ ഊഹങ്ങൾ ഒഴിവാക്കലാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ് ആരാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പേടിയാണ് എല്ലാവർക്കും. ഞാൻ ചോദിച്ചാൽ ഇനി അത് തെറ്റോ? ഞങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു നമ്മളൊരു എന്താ പറയാ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു ടോക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എനിക്ക് റെഡി ആവാനുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഒരാളെ ചോദ്യത്തിന് ആൻസർ പറയുമ്പോൾ തന്നെ ചിലപ്പോ മേ ബി ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എനിക്ക് എന്താണോ പ്രശ്നമുള്ളത് അതിന്റെ വേറൊരു രൂപമാണ് നിങ്ങൾക്കും ഉണ്ടാവുക. ഇത്ര ഇതിലുള്ളൂ. വേറൊരു സാധനം ഇതിലല്ല. വേറൊരു സംഭവമില്ല. അതിനെ നമ്മൾ പിടിച്ച് പുറത്തേക്കിടാൻ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ സാധിക്കൂല. അപ്പൊ ഒരാളെ സഹായം വേണ്ടി വരും.
അതിനാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കൂടെ ഉള്ളത്. അത് നിങ്ങൾക്ക് ചോദിച്ചാൽ എങ്ങനെയാണ് അതിന് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ ഒരാഴ്ചത്തെ ഒരു ടാസ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഈ ഈ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. എന്താ പറയുക, ക്ലിയർ ആക്കി പോകാൻ. കാരണം അടുത്ത ആഴ്ച ചിലപ്പോൾ മേ ബി നമുക്ക് ക്ലാസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഡൽഹിയിലാണ്. അപ്പൊ അടുത്ത ആഴ്ച ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് പിന്നെയും വൈകും. ഇതിങ്ങനെ വൈകി പോകുന്നിടത്തോളം നമ്മുടെ ഉള്ളിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഷിഫാന, മുംതാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. സാറേ ഞാൻ യെസ്, ചോദിക്കട്ടെ? ചോദിച്ചോ. തീർച്ചയായിട്ടും. ഗുഡ്. പിന്നെ ചോദിച്ചതന്നെ ചോദിക്കാന്ന് കരുതി മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യരുത്. ഇല്ല, അങ്ങനെ സാധനം ഇല്ല ഇവിടെ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. എനിക്കത് കണ്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉള്ളിൽ കിടന്നിട്ട് എങ്ങനെ എന്താവുക? അതാണ് പ്രശ്നം. പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കാം. ഞാനിപ്പോ നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. 10 മണിക്കാണ് ഇന്റർവ്യൂ പറഞ്ഞത്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 8:45 9 മണി ആകുമ്പോത്തിന് ഇറങ്ങി. അപ്പൊ ഞാനിങ്ങനെ കാറിലാണ് പോണത്. അപ്പൊ ആക്സിഡന്റലി കാറൊന്ന് മുട്ടി. അപ്പൊ ഞാൻ ആകെ ടെൻസ്ഡായി. ആൾക്കാരൊക്കെ കൂടി പ്രശ്നമായി, എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ ആകെ വെറീഡ് ആയി പോയി ആ സാഹചര്യത്തില്. ആ ഒരു വെറീഡായ, ആ ടെൻസ്ഡായ ആ ഒരു ഇതിൽ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്റർവ്യൂ ഏകദേശം 10 മണിയായി തുടങ്ങി. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ കേറി. ഞാൻ ആകെ ടെൻസ്ഡാണ്. അപ്പൊ ഞാൻ അവിടെ കോൺഫിഡന്റ് മാസ്ക് ധരിക്കണോ വേണ്ടേ? കാരണം എനിക്ക് ആ ജോലി അത്യാവശ്യമാണ്. അത് കോൺഫിഡൻസ് അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യമാണ്. പക്ഷെ എന്റെ മാസ്ക് എന്നുള്ളതിലുപരി ഞാൻ ആകെ ടെൻസ്ഡാണ്. അപ്പൊ എനിക്ക് ആ മാസ്ക് ധരിക്കും വേണം. അപ്പൊ ഞാൻ ധരിക്കണ്ടെന്നാണോ സാർ പറയുന്നത്? കേട്ടോ, ആദ്യം പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഷിഫാന പോയാൽ ആ ഇന്റർവ്യൂ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. 100%. മനസ്സിലായോ? അത് നിങ്ങൾ എത്ര കോൺഫിഡൻസിന്റെ മാസ്ക് ധരിച്ചാലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്ര ധരിച്ചാലും നിങ്ങളെ ഉള്ളിൽ നിന്നുള്ള ആ 80% പുറത്തേക്ക് വരും. ആ ഫിയർ പുറത്തേക്ക് വരും. അത് ഗ്യാരണ്ടിയാണ്, ഒരു സംശയമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാല് നമ്മളെ ഉള്ളിലെ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലെ, അതായത് ചിന്തകൾ ഉണ്ടാവുന്നതെല്ലാം മനസ്സ് തൊട്ട് നമ്മുടെ മനസ്സിൽ നിന്നുള്ള എനർജി പോയതിനു ശേഷം നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലാണ് ഇത് രൂപപ്പെടുക. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വരല് ബ്രെയിനിന്റെ ഉള്ളിലാണ്. ബ്രെയിനിന്റെ ഉള്ളില് നമ്മളെ ഒരു 3 ബൾബ് ഉണ്ട്. നമ്മളെ ബ്രെയിൻ ആണെങ്കിൽ ഒരു 3 ബൾബ് ഉണ്ട്. ഈ മൂന്ന് സ്ഥലങ്ങളുണ്ട്. ഈ 3 സ്ഥലത്തിലെ ഒന്നിന്റെ പേരാണ്, ഒന്നാണ് നമ്മളുടെ ഇമോഷണൽ പാർട്ടാണ്. ഓക്കെ. രണ്ടാമത്തത് നമ്മളെ ഫിയർ സോൺ ആണ്. ഫിയർ സോൺ. ഇത് ഇമോഷണൽ സോൺ ആണ്, ഫിയർ സോൺ ആണ്. മറ്റേത് ലോജിക്കൽ സോൺ ആണ്. ഈ 3 പാർട്ടാണ് നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിൽ ആ സമയത്ത് അറ്റ് എ ടൈമിൽ ഉണ്ടാവും. ഈ 3 പാർട്ടും പച്ച കത്തിയാൽ, അതിൽ എല്ലാ ലൈറ്റ് പച്ച കത്തിയാൽ മാത്രമേ നമുക്ക് അപ്പുറത്തുള്ള ആളെ കൺവിൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതേപോലെ തന്നെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇത് ഷിഫാനന്റെ ബ്രെയിനാണ്. ഇത് ആരാണോ എംപ്ലോയർ അല്ലെ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത് അയാളുടെ ബ്രെയിനാണ്. അവിടെ ഉണ്ട് എന്ത്? ഇമോഷണൽ പാർട്ട് ഉണ്ട്, ഇമോഷണൽ സോൺ ഉണ്ട്, ഫിയർ സോൺ ഉണ്ട്, അതേപോലെ ലോജിക്കൽ സോൺ ഉണ്ട്. ഓക്കെ, ഈ നമ്മള് ഇങ്ങനെ ചെല്ലുമ്പോ ഇതില് ഇപ്പൊ ഷിഫാന പറഞ്ഞ ഭാഗത്ത് എന്താണ് വർക്ക് ചെയ്യുക? നമ്മളെ ഈ ഫിയർ സോൺ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. എന്താ കാരണം? ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ ഉള്ളില് പെട്ടെന്ന് ഒരു സംഭവം നടന്നപ്പോ അതിലൊരു പേടി നമ്മളെ ഉള്ളിൽ വന്നു. ഒന്നാമത്തെ കാരണം നമ്മളൊരു ആക്സിഡന്റിന് രക്ഷപ്പെട്ടു, മേ ബി രക്ഷപ്പെട്ടിട്ടാണല്ലോ പോവാ, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു പേടി നമ്മളെ ഉള്ളിലുണ്ടായി അത് സംഭവിച്ചപ്പോ. ഉദാഹരണമായിട്ട് നമ്മളുടെ ഒരു പൂച്ച പെട്ടെന്ന് മുന്നിലേക്ക് ചാടി. രക്ഷപ്പെട്ടാൽ നമ്മള് എന്താ പറയാ, അല്ലെ? എങ്ങനെ പറയാ? അല്ലാതെ നമ്മൾ എങ്ങനെ പറയാ, വേറെ എങ്ങനെയും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആ ഇമോഷൻ പോയത് ഏതിലൂടെയാണ്? ഉള്ളിലുണ്ടായ പേടി പോയത് നമ്മളുടെ വായിലൂടെയാണ്. അല്ലെ? വായിലൂടെ. അപ്പോ ഈ വായിലൂടെ പോകുമ്പോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ റിലാക്സ് ചെയ്ത്, നമ്മളൊരു 5 മിനിറ്റ് നേരം റിലാക്സ് ചെയ്ത് ഇതിനെ പച്ച കത്തിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അതിനുള്ള ട്രയലാണ് നിങ്ങൾക്ക് രാവിലെ ഞാൻ തന്ന സാധനം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ നമ്മളെ ഒരിക്കലും കോൺഫിഡൻസിന്റെ മാസ്ക് എന്നുള്ളതല്ല അവിടെ പ്രശ്നം.
ആ കോൺഫിഡൻസിന്റെ മാസ്ക് എത്രത്തോളം, അവിടെ ഒരു മാസ്ക്, ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ അത് മാസ്ക് രൂപത്തിൽ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അവിടെ ചെന്നിട്ട് ഷിഫാന മാസ്ക് ഇട്ടിട്ടാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പൊട്ടും, ഇന്റർവ്യൂവിൽ പൊട്ടും. എന്താണ് കാരണം? അവിടെ നമ്മള് കാട്ടിക്കൂട്ടുകയാണ്. നമ്മൾ എന്താ, ഈ പേടിനെ കമർത്തി പിടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? അപ്പൊ ഒന്നാമത്തെ പേടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ എന്നുള്ള പേടി, നമ്പർ 1 പേടി. ഓക്കെ, ഇന്റർവ്യൂ എന്നുള്ള പേടി. രണ്ടാമത്തെ പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പേടി വണ്ടി ആക്സിഡന്റ് ആയപ്പോ ഉണ്ടായ പേടി. ഓക്കെ, ഈ 2 പേടിയും കൂടെ കൂടിയിട്ട് ചെല്ലുമ്പോൾ എന്തായാലും നമ്മളെ ഉള്ളിൽ പച്ച ബൾബ് കത്താനുള്ള പോസിബിലിറ്റി കുറവാണ്. എത്ര കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിലും, എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും, എത്ര ഈ മാസ്ക് ഒന്നും ധരിക്കാത്ത ആളാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഈ സാധനം വർക്ക് ചെയ്യും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അത്ര മനക്കെട്ടുള്ള ആൾക്കാരൊന്നും എന്തായാലും ഇല്ല, എങ്ങനെ ചെന്നാലും ഇല്ല. അവിടെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിരിക്കലോ അത് നമ്മളിൽ നിന്ന് പോയതിനെ നമ്മൾ നന്നായി എന്ന് കരുതുക. അല്ലെങ്കിൽ അവിടേക്ക് ഇൻഫോം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുക. ഞാനൊരു ചെറിയ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനൊരു വേറെ സമയത്ത് വരട്ടെ, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ചെയ്യലാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. പക്ഷെ ആ തീരുമാനം വരണമെങ്കിൽ നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ആ പഠിക്കുന്ന ഭാഗമാണ് ഈ സാധനം. മറ്റേത് എന്താണ്ടാവുക, നമ്മള് 2 കാര്യമാണ്. ഇന്റർവ്യൂ എനിക്ക് കിട്ടൂല, എനിക്ക് ചാൻസും കിട്ടൂല എന്ന് കരുതിയിട്ട് നമ്മൾ പേടിച്ചിട്ട് കുത്തിമറിഞ്ഞ് ചെന്നിട്ട് അവിടെ നമ്മൾ കുറെ കാട്ടിക്കൂട്ടാൻ നോക്കും. പക്ഷെ അതെല്ലാം നമ്മളുടെ പുറത്ത് ആ എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് ആയിട്ട് അറിയാതെ, നമ്മൾ പോലും അറിയാതെ വരും, നമ്മൾ പൊട്ടും, ഉറപ്പാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ മാസ്ക് എല്ലാം നമ്മളിൽ ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ഒറ്റയടിക്ക് നമുക്ക് ഊരി മാറ്റാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായോ? സത്യം. ഒറ്റയടിക്ക് ഊരി മാറ്റാൻ സാധിക്കില്ല. അപ്പോ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലുള്ള സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മെല്ലെ മെല്ലെ തുടങ്ങുക. അങ്ങനെ തുടങ്ങി ഒരു ലെവലിലേക്ക് ഒരു 21 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ധൈര്യം കിട്ടും. ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവും. ഞാൻ പറയുന്ന കോൺഫിഡൻസ് ഒന്നുമല്ല, നിങ്ങളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആ കോൺഫിഡൻസിൽ നിന്നാണ് ഈ കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ തീരുമാനം എടുക്കാൻ പറ്റുക. ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഷിഫാനക്ക് ഈ തീരുമാനം പറഞ്ഞു തന്നത്. പക്ഷെ ഈ തീരുമാനം ഷിഫാനക്ക് അവിടെ എടുക്കാൻ പറ്റണമെങ്കിൽ ഇതാണ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി തട്ടിയ സമയത്ത് 2 പേടി ഒന്നിച്ചു വന്നു. ആ 2 പേടിയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആഗോലക്കും, അതിൽ സംശയമൊന്നുമില്ല. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇന്റർവ്യൂ തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സാഹചര്യം നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇതിലേറെ വലുത് എനിക്ക് കിട്ടാനുണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ഈ ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ. അത് ഈ മാസ്ക് ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെയാണ് വരുള്ളൂ. മാസ്ക് ഉള്ള ആളുകൾ എങ്ങനെയും കുത്തിമറിഞ്ഞ് ചെല്ലാൻ ശ്രമിക്കും, പക്ഷെ അത് റിസൾട്ട് നെഗറ്റീവായി മാറും. ഓക്കെ, മാസ്ക് ഇല്ലാത്ത ആളുകൾ ഇതിനെ നിയന്ത്രിക്കും. മാസ്ക് ഉള്ള ആളുകൾ ഇത് എങ്ങനെയും കുത്തിമറിഞ്ഞിട്ട് പോകും, പക്ഷെ എന്ത് ചെയ്യും? സാധനം പൊട്ടും. അപ്പൊ ഇതില് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഇന്റർവ്യൂ ഞാൻ പല സമയത്ത് പറയും. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ഒരു ടോക്കാണ്, ഒരു കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ഇതിനെ കരുതാൻ പാടുള്ളൂ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് കരുതിയിട്ട് വരച്ചിട്ടൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്തായാലും സംഭവിക്കാനുള്ള ഒന്നും സംഭവിക്കില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് ഇതിനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ, നമുക്കതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏറ്റവും മികച്ച ജോലി നമുക്ക് കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, കിട്ടും. ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ പല സാധനങ്ങളുണ്ടാവും, കിട്ടും. അപ്പോ ഇതില് എന്ത് വന്നാലും നമ്മളെ ഉള്ളില് ഈ 2 ഭാഗത്തും, നമ്മളെ ഉള്ളിൽ പച്ച കത്തുമ്പോഴേ ഇവിടെ നമുക്ക് പച്ച കത്തിക്കാൻ പറ്റുള്ളൂ. അയാളെ ഉള്ളിലും പേടിണ്ടാവും. നിങ്ങൾ പേടിച്ച് വിറച്ചിട്ട് ചെല്ലുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നൊന്നും അയാൾക്ക് അറിയില്ല. അയാൾ എന്താണ് തെറ്റിദ്ധരിക്കുക, അയാൾ എന്താണ് അസ്യൂം ചെയ്യുക? ഈ കുട്ടിക്ക് ഇന്റർവ്യൂ ഭയങ്കര പേടിയായിട്ടാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജോലി എന്നുള്ളത് പേടിയായതുകൊണ്ടാണ് എന്നുള്ള ആ ഫിയർ സെന്ററും അന്റെ ഫിയർ സെന്ററും ഇയാളെ ഫിയർ സെന്ററും തമ്മിൽ എന്തെങ്കിലും കണക്റ്റഡ് ആവും. അപ്പൊ അയാൾ അവിടെ റെഡ് കത്തും. എന്താ ഉണ്ടാവുക? ഇത് ഇവളെ എടുത്താൽ ചിലപ്പോൾ ഞാൻ കുടുങ്ങും, എനിക്ക് പേടിയാണ്, കാരണം വെച്ചാൽ ആ കുട്ടിക്ക് ഒരു പേടി ഇത്, അതുകൊണ്ട് ഇതിനെ എടുക്കണ്ട, മാറ്റി വെക്കാം എന്ന് കരുതും. അത് എന്താ കാരണം ഉണ്ടായത്? അന്റെ അവിടെ റെഡ് കത്തിയപ്പോ അയാൾ അവിടെ എന്ത് ചെയ്തു? റെഡ് കത്തി. ദാറ്റ്സ് ഓൾ. ഇത്രേ സംഭവമുള്ളൂ.
അപ്പൊ ഇതിനെ നമുക്ക് സ്ഥിരമായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റിൽ പ്രാക്ടീസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അത് 100% ഗ്യാരണ്ടിയാണ്. സ്റ്റിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് മനസ്സിനെ കോച്ച് ഇടാൻ പറ്റുള്ളൂ. ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ചയായിട്ട് പറഞ്ഞു, എന്റെ പെങ്ങളെ കാര്യം ഞങ്ങളോട് പറഞ്ഞു. അവളെ ഇന്നലെയും പോയി ഞാൻ തിരൂർക്ക് വിട്ടു, അവിടെ ഇതിന് പോയി തെറാപ്പി ചെയ്യാൻ പോയി. ഇന്നലെ പോയി, ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്തൊക്കെ ഒരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്, എന്താണ് അതുകൊണ്ട്. ഞാൻ പറഞ്ഞു ക്ഷീണം വരും, ചിലപ്പോ പനി വരും, ഇതൊക്കെ വരും, മരുന്ന് കഴിക്കരുത്, അത് ഓട്ടോമാറ്റിക്കലി റിക്കവർ ആയിട്ട് വരാനുള്ളതാണ്, അതുകൊണ്ട് റെസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. സുഖമുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ, എല്ലാവരും മനസ്സിൽ താളം തെറ്റും, ആരെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. പല സാഹചര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ കാക്കുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മളെ മുന്നിൽ വരുന്ന ഒരു സാധനമാണ്. അവിടെ നമ്മൾ മാസ്ക് ഇടാതെ, ഒരു മാസ്ക് ഹോൾഡർ ഇടാതെ, മാസ്ക് ഇട്ടുകൊണ്ടല്ലാതെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കൽ മാത്രമേ ഇതിന് വഴിയുള്ളൂ. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന വഴിയാണ് ഒന്ന് മെറ്റാ തിങ്കിങ്ങും, അതുപോലെ തന്നെ നമ്മൾ ഇടക്കിടക്ക് ചെയ്യേണ്ട ഈ തെറാപ്പി. നമ്മളെ വേസ്റ്റിനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ശരീരത്തിന്റെ വേസ്റ്റ് പോകുന്ന വഴി എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെയാണ്, കക്കൂസിലും ഇവിടെയൊക്കെ ആയിട്ട് പോകും ശരീരത്തിലെ ഭക്ഷണത്തിന്റെ വേസ്റ്റ്. എന്നാൽ മനസ്സിന്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്ന വേസ്റ്റ് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നിശ്വാസത്തിലൂടെ മാത്രമാണ്. നിശ്വാസത്തിലൂടെ അല്ലാതെ ഈ സാധനം പുറത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വണ്ടിമ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് ഒരു പൂച്ച നമ്മുടെ മുന്നിലേക്ക് ചാടി, നമ്മൾ പേടിച്ചു. ആ പേടി നമ്മളെ മനസ്സിനുണ്ടാക്കിയ ഒരു താളം തെറ്റലാണ്. അതിനെ പുറത്തേക്ക് നമ്മൾ തള്ളിയത് എങ്ങനെയാണ്, അപ്പൊ തന്നെ നമ്മൾ അതിനെ ഒഴിവാക്കി. എങ്ങനെയാണ്? രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി ഒന്നും വേണ്ട. നമ്മൾ ഒരു വലിയ ടാസ്ക്, നമ്മളുടെ വീട്ടിലുള്ള സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ, കഴുകാനുള്ള പാത്രങ്ങൾ. ചില വീട്ടിലൊക്കെ രാത്രി ഇത് കഴുകി വെക്കാതെ പോയി കിടന്നിറങ്ങാൻ പറ്റൂല, ഭയങ്കര പ്രശ്നമൊക്കെ. അങ്ങനെ വരുമ്പോ വലിയൊരു ടാസ്കാണ്. നമ്മളെന്താണ്, ഇതുവരെയുള്ള ക്ഷീണമൊക്കെ മാറ്റി ഹസ്ബൻഡ് വീട്ടിൽ വന്ന സമയത്ത് അവിടെ പോയിട്ടൊന്ന് ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് ഈ ടാസ്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ അത്രയും വലിയൊരു ടാസ്ക് ചെയ്ത് തീർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, ഒരുപാട് വേസ്റ്റ് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. ആ വേസ്റ്റ് ഈ ജോലി കഴിഞ്ഞ് തീരുന്നോട് കൂടി നിങ്ങൾ പുറത്തേക്ക് ഇടും. എന്താ, നിങ്ങളെ റൂമിൽ ചെന്നിട്ട് നിങ്ങൾ പറയും കഴിഞ്ഞു പോയി, അതൊന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഈ കൂടെ പോയാല് വായിലൂടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്വാസം എടുത്തിട്ട് വിടേണ്ടത് വായിലൂടെയാണ് വിട്ടുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ വിട്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതോട് കൂടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മാസ്കുകൾ ഓരോന്നായി അഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഇതാണ് സിസ്റ്റം. ഓക്കെ, ഞാനിപ്പോ കോൺഫിഡൻസിന്റെ മാസ്ക് ആണ് അയക്കണതെന്ന് ചിന്തിച്ചിട്ടൊന്നും അയക്കാനൊന്നും കഴിയില്ല. ഇത് ഓരോന്ന് ഇങ്ങനെ നമ്മളെ മേത്തുനിന്ന് അഴിഞ്ഞ് ഇങ്ങനെ പോകും. ഇതാണ് യാഥാർത്ഥ്യം. അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പല സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചതാണ്. പല കാരണങ്ങളും ഉണ്ടായിരിക്കും. ചിലപ്പോ വലിയ മക്കളൊക്കെ ആവുമ്പോ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ഞാൻ തളർന്നാല് എന്താ ചെയ്യാ, ഓലൊക്കെ തളരൂലേ എന്നുള്ള പേടി. പിന്നെ ഞാനൊക്കെ ഇങ്ങനെ മാതൃക ആവേണ്ട ആളല്ലേ, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കണ്ടേ എന്നുള്ള സംഭവങ്ങള്. ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പീസാക്കി പഠിപ്പിക്കണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഉള്ളിലുണ്ട് എന്നും ഇതിനെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആദ്യം അത് ഉണ്ടെന്ന് എന്നാലല്ലേ നമുക്ക് മാറ്റണം എന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ, അല്ലെ? ഇതാണ് സംഭവം. ഇപ്പൊ അത് ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനിയുണ്ടോ? ഉണ്ടെന്ന് ചോദിച്ചോ, ക്ലിയർ ആക്കി പോയാൽ മതി. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആദ്യമേയുള്ള മാസ്കാണ്, അപ്പൊ അത് മാറ്റിയെടുക്കാൻ അത്യാവശ്യം നല്ല ടൈം തന്നെ എടുക്കും. അല്ല, മാറും, എല്ലാം മാറും. മാറ്റാൻ പറ്റാത്ത ഒരു സാധനമില്ല. എല്ലാം മാസ്ക് കഴിഞ്ഞു പോകും, ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കാതെ ഈ സാധനം കഴിഞ്ഞു പോകില്ല. അതാണ് ഞാൻ പറഞ്ഞ സാധനം. നമ്മൾ കണ്ടിന്യൂസ് സ്റ്റിൽ പ്രാക്ടീസ്ഡ് ആണെങ്കിൽ ഇത് ഓരോന്ന് കഴിഞ്ഞു പോകും. ഹൈ പെർഫോമൻസ് ഉണ്ടാവും, ഒരു സംശയമില്ല. നിങ്ങളിപ്പോ നസീബ മിസ്സിനോട് ചോദിച്ചാൽ മതി, അതേപോലെ തന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഇവരൊക്കെ ഇതെല്ലാം മാസ്കും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. ഇത് നമ്മൾ വെറുതെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കുണ്ട് കുറെ മാസ്കുകൾ. പക്ഷെ ആ മാസ്കുകളൊക്കെ പല സമയത്തും നമ്മൾ അഴിഞ്ഞു പോകല് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ബോധ്യപ്പെടും, എന്താണ് ഈ മാസ്ക്, ഞാൻ ഇങ്ങനെ ഒരു സാധനം നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനിതൊരു മാസ്ക് ആണ് സത്യത്തിൽ ധരിച്ചിട്ടുള്ളത്, ഇത് എനിക്ക് ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. ഇപ്പൊ ഞാൻ അത്രയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ നിരന്തരമായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം തെറാപ്പി 2 3 പ്രാവശ്യം ചെന്നിട്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും.
അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുള്ള ആളുകളാണ് ഈ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. മെല്ലെ മെല്ലെ മാറുള്ളൂ. ഈ എല്ലാവർക്കും ഉണ്ടായിക്കോളണമെന്നില്ല. പലതും പല ആളുകൾക്കുണ്ടാവും. പലർക്കും പല സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചത്. ആ സാഹചര്യങ്ങളാണ് നമ്മൾ ഇതൊക്കെ ആക്കി മാറ്റിയത്. ഓക്കെ, അതാണ് സത്യം. ഇപ്പൊ സംഭവം ക്ലിയർ ആയിക്കണോ? ആ ക്ലിയർ ആയിക്കോളും. ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല് ഷിഫാന ഒരു ദിവസം ഇവിടെ വരുമ്പോ എന്നെ കാണാം. എന്നിട്ട് ഇവിടെ കൗൺസിലർ റൂമിൽ നിന്ന് ഒരു തെറാപ്പി ചെയ്ത് തരാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തെറാപ്പി ചെയ്ത് തരാം. അപ്പൊ ഓൾമോസ്റ്റ് ഏകദേശം റെഡി ആവും. ബാക്കി പിന്നെ പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് റെഡി ആയിക്കോളും. ഒരു കുഴപ്പമില്ല. ഓക്കെ, അതൊരു പ്രശ്നമല്ല, ചെയ്യാൻ പറ്റും എല്ലാം. ഓക്കെ, അടുത്ത ആളിലേക്ക് പോണതിന് മുന്നേ നിങ്ങൾ ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. അടുത്തത് ആർക്കാണ് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ആവട്ടെ, ആർക്കാണേ? ഷിഫാന് ചോദിച്ച മാതിരി ധീരതയോട് കൂടി നിങ്ങൾക്ക് ചോദിക്കാം. അത്ര ഉറപ്പ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ധൈര്യമായിട്ട് എന്താ കാര്യം വെച്ചാൽ അത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്ര ധൈര്യത്തിൽ പറയുന്നത്. നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞോളേ. ആർക്കാ ചോദിക്കാള്? മാസ്ക് മാത്രമൊന്നും അല്ല, ഇതിന്റെ മുന്നേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത്? സാറേ ഞാൻ പറയും. ആരാണ്? ഞാൻ അഫീഫ. അഫീഫ പറയും. എവിടെ അഫീഫാനെ കാണാനല്ലോ? എവിടെ? ഇരുട്ടത്താ? ആ ഓക്കെ. ആ ഇത് വിളിച്ചിട്ടൂടെ അഫീഫ? എനിക്ക് ഒരു മെഴുകുതിരിയിൽ കത്തിച്ചൂടെ? ആ ഓക്കെ, പറഞ്ഞു. പറഞ്ഞോ. ഉറങ്ങാണ്. എന്നാ വേണ്ട പറഞ്ഞു. അല്ല കുഴപ്പമില്ല. ആ പറഞ്ഞോ. ഞാൻ ദേഷ്യം വന്നാ പ്രകടിപ്പിക്കുന്ന ആളാണ്. എന്താ സങ്കടം വന്നാ കരയും ചെയ്യും. അത് ഞാൻ സ്ഥലം നോക്കാറില്ല. അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണോ? ചില സ്ഥലത്ത് നമുക്ക് തെറ്റായിട്ട് മാറും, ചില സ്ഥലത്ത് ശരിയായിട്ട് മാറും. നമ്മളെ ഇമോഷനെ ഈ കോർണറിന് ഇപ്പൊ നേരത്തെ വരച്ച ഈ സാധനത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. നമ്മളെ ഇമോഷനുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതായത് ഇമോഷനുകളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നാൽ കരച്ചിൽ വന്നാൽ കരയണം, തീർച്ചയായിട്ടും കരയണം. 100% ഷുവറാണ്. നമ്മളുടെ ദേഷ്യം എന്ന് പറയുന്നതും അതേപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ അത് നമ്മളെ ഒരുപാട് നാശത്തിലേക്ക് നയിക്കും. മനസ്സിലായോ? ഈ സ്ഥാപനത്തില് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളാരാ ചോദിച്ചാൽ ഞാനായിരുന്നു. ഭയങ്കര ദേഷ്യം, അടിച്ചു വീശി പറയും. പിന്നെ അത് മാത്രമല്ല, ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. പിടിച്ചാൽ കിട്ടൂല. ചിലപ്പോ അടിക്കും, ചിലപ്പോ എന്തൊക്കെ അങ്ങോട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഈ ഫുട്ബോൾ കളിക്കുമ്പോഴേ എന്നെ ഒരു സൈഡിൽ കൂടെ എന്നെ ഇറക്കും, കളിക്കാൻ ഇറക്കും. അപ്പുറത്തെ സൈഡിൽ കൂടെ അപ്പൊ തന്നെ എന്നെ കയറ്റില്ല ഫ്രീ. എന്താ കാരണം വെച്ചാല് എന്റെ കാലിന് ആരെങ്കിലും ചവിട്ടിയാല് ഞാൻ തിരിഞ്ഞു തല്ലും. ഫുട്ബോൾ ആകുമ്പോൾ ചവിട്ടൊക്കെ കിട്ടുമല്ലോ, പക്ഷെ എനിക്ക് പറ്റൂല. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോ ദേഷ്യമൊക്കെ വരും, പക്ഷെ ഇപ്പോ അതിനെ നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചോട് കൂടിയിട്ട് ഏറ്റവും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇങ്ങനത്തെ ആളുകൾക്ക് ഇത് നിയന്ത്രിക്കാനും കൂടെ പഠിച്ചാല് ഒരു ഭയങ്കര മികച്ച ആൾക്കാരൊക്കെ. കാരണം എന്ന് വെച്ചാല് ഒരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടായിരിക്കും. ഒരു ഭയങ്കരമായിട്ടുള്ള ഓലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഭയങ്കര ഈ ദേഷ്യം വരുന്ന ആളുകളും സങ്കടം വരുന്ന ആളുകളും വെച്ചാൽ സ്നേഹം കൂടുതലുള്ള ആളുകളായിരിക്കും സത്യം പറഞ്ഞ. പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അല്ലേ. അത് നമ്മുടെ ഇമോഷണൽ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? പച്ച കത്തിക്കണം. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ചില സ്ഥലത്ത് നമ്മൾ ദേഷ്യം പിടിക്കേണ്ടി വരും, സംഭവം ശരിയാണ്. പക്ഷെ ഒരു സ്ഥലത്തും ദേഷ്യം പിടിച്ചില്ലെങ്കിൽ ഏറ്റവും മികച്ചതാണ്. കാരണം നമ്മൾ പോലും അറിയാതെ നമുക്ക് എന്താണോ അതിന്റെ റിസൾട്ട് ഉണ്ടാവേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നതാണ്. ഇതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഈ നമ്മളോട് ഇപ്പോ നമ്മളിങ്ങനെ സോട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മളതൊക്കെ ചെയ്യും, എല്ലാ സാധനം ചെയ്യുമ്പോ അതേപോലെ തന്നെ നമ്മളെ വീക്ക്നെസ്സുകൾ എഴുതും. വീക്ക്നെസ് എഴുതുമ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതിയ സാധനം ഒരു 2-3 വർഷം മുന്നേ വരെ ഞാൻ ആദ്യം എഴുതിയ സാധനം എന്താണെന്ന് വെച്ചാല് എടുത്തുചാട്ടും ദേഷ്യം. ഈ 2 സാധനം എനിക്ക് കൂടുതലേ. എടുത്തുചാടും ദേഷ്യം. ഈ 2 സാധനം കൊണ്ട് എനിക്ക് ഉണ്ടാക്കിയ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര. ഇത് നമുക്ക് ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടാക്കും. കാരണം നമ്മൾ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓരോട് നമ്മൾ ചിലപ്പോൾ ആ ദേഷ്യം പിടിച്ച ആൾക്കാരോട് നമ്മൾ മാപ്പ് പറയും, സങ്കടം പറയും, ഓരോട് ഒക്കെ പറയും. പക്ഷെ അതുണ്ടാക്കുന്ന മുറിവുകൾ ചിലപ്പോ ഭയങ്കര വലുതായിരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്.
എന്നാൽ ഇതിനെ നമ്മളിങ്ങനെ ദേഷ്യം വന്നു, നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്തു. നേരത്തെ ഷിഫാന പറഞ്ഞ പോലെ അവിടെ നമ്മളൊരു മാസ്ക് ഇട്ടു, സംഭവം ശരിയാണ്. ഇത് ഞാൻ മാസ്കാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ള റിയാലിറ്റി അറിയുകയും നമ്മൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ചെന്നിട്ട് ആ ദേഷ്യവും ഉണ്ടായതിന്റെ കാരണത്താൽ നമ്മളെ ഉള്ളിലുണ്ടാക്കിയ ഹോർമോണുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ച് സമയം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിട്ടിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മോർ ബെറ്റർ ആയിരിക്കും. അത് ഭയങ്കര പവർഫുൾ ആയി മാറും നമ്മളെ ശരിക്കും. മനസ്സിലായോ? സങ്കടം വരുമ്പോഴും നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു ചോദ്യം, അതിൽ നിന്നൊരു ഉത്തരം നമുക്ക് കിട്ടും. ആ രണ്ട് സാധനമാണ് നമ്മളെ മുന്നിലേക്ക് പവർഫുൾ ആക്കി മാറ്റാൻ. ഇതാണ് സെൽഫ് പവർ. ഇതാണ് സംഭവം കുഴപ്പം തന്നെയാണ്. പല സമയത്തല്ല ദേഷ്യം വരുന്നത് കുഴപ്പം തന്നെയാണ്, ഒരു സംശയമല്ല. പക്ഷെ ദേഷ്യം വരുന്നത് നമ്മളെ കുറ്റം കൊണ്ടല്ല. പല സമയത്തുണ്ടായ പല വിഷമങ്ങളെ കൊണ്ട് പലതിന്നാണ് ഉണ്ടാവുക. അത് എന്തെന്നുണ്ടായതെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പൊ ഇതിനെ മെല്ലെ അങ്ങ് കഴിച്ചു വെക്കാനുള്ള പണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താല് സംഭവം എന്തായാലും ദേഷ്യം മാറും, സങ്കടം ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം കേട്ടോ. അതേപോലെ ദേഷ്യം ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. പക്ഷെ ആ ദേഷ്യത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായത് നിയന്ത്രണമില്ലാതെ വന്ന ദേഷ്യത്തിനെ ഞാൻ ദേഷ്യപ്പെടുന്നു പറഞ്ഞാല് അയാൾക്ക് ദേഷ്യമുണ്ട് എന്ന് മാത്രമല്ല, അയാൾ ദേഷ്യക്കാരനാണ് എന്ന് മാത്രമല്ല അതിനർത്ഥം. അയാൾക്ക് അയാളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം. ഒരാൾക്ക് ദേഷ്യം വരുന്നതന്നല്ല, അതും ഒരു കുഴപ്പമാണ്. ദേഷ്യം വരുന്നതന്നല്ല ഒരാൾക്ക്, അയാൾക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യമില്ല, എന്ത് പറഞ്ഞാലും ഒരു സാധനമില്ല, ഒരു സെൻസറും വർക്ക് ചെയ്യണില്ല, അതും കുഴപ്പം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിലൊരു സത്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ദേഷ്യത്തിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. ദേഷ്യം എല്ലാവർക്കും വരും, ഒരുവിധം എല്ലാവർക്കും ദേഷ്യം വരും. നമ്മളിപ്പോ നമ്മളെ കുട്ടികള് എപ്പോഴാണ് ദേഷ്യം വരല്? ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴാണ് ദേഷ്യം വരല്? നമുക്കൊരു സങ്കടം ഉണ്ടാവുമ്പോഴാണ് സത്യത്തിൽ ദേഷ്യം വരല്. അല്ലാതെ ഒരാളോട് ഈറുണ്ടായിട്ടുള്ള ദേഷ്യം വരല് നമ്മളെ മനസ്സിൽ നമ്മൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സങ്കടം വരുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടാവുന്നത്. ആ സങ്കടത്തിന്റെ ബേസിൽ നിന്നാണ് നമുക്ക് എന്തിനാണ് ദേഷ്യം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ സംഭവം. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ വീണ്ടും ഡീപ്പായിട്ട് പഠിക്കും. ഒരുപാട് സാധനങ്ങൾ പഠിക്കും. ഹയർ സെൽഫ്, ലോവർ സെൽഫ്, അതിനെ ന്യൂട്രലൈസ് ചെയ്യല്, ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഫിഫ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് ഇനി ആർക്കാ ചോദിക്കാനുള്ളത്? മുന്താസിന് എന്താ ചോദിക്കാണ്ടല്ലോ? എന്താ ഇല്ല, ഒന്നും ചോദിക്കാല്ല? ഇല്ല സർ. ഇല്ല. ഓക്കെ, പിന്നെ ഇനി ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫീദ, ഫെർനിസ, ഷനാശ്രീൻ? ഇല്ല. പറഞ്ഞോ, ഫെർനിസ് പറഞ്ഞോ. ഇല്ല. സാറേ ഒരു കാര്യം കൂടെ. പറയും. ഇപ്പൊ എനിക്ക് കുറച്ച് ആളുകളായിട്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സംഭവം ദേഷ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ടാണ്. പക്ഷെ ഞാൻ ഓരോ തവണ അവരോട് ക്ഷമിക്കുമ്പോഴും ഓരോ കാരണങ്ങൾ കൊണ്ട് എന്താ അത് റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. അപ്പൊ അതെനിക്ക് മാറ്റാൻ കഴിയണില്ല. അവരോടുള്ള ദേഷ്യായാലും ആ ഒരു സമീപനം എനിക്ക് മാറ്റാൻ കഴിയണില്ല. അഫീഫാന്റെ വീട് എവിടെ? ഇവിടെ അരിമ്പ്ര. അഫീഫ എന്നാ ഇവിടെ വരില്ലേ? എനിക്ക് 2 ചെറിയ മക്കളാണ്. അപ്പൊ എനിക്ക് വന്ന് പഠിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ ചൂസ് ചെയ്തത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. 2 കുട്ടികളുണ്ട്. ഓക്കെ, മനസ്സിലായില്ല. ഓൺലൈനിൽ ആരും വെറുതെ എടുക്കൂല, എനിക്കറിയാം. പക്ഷേ ഞാൻ ചോദിച്ചത് അതല്ല, എപ്പോഴാണ് വരാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. 1 മണിക്കൂർ സമയം ഒഴിച്ചിട്ട് വരികയാണെങ്കിൽ സംഭവം നമുക്ക് നിഷ്പ്രയാസം ഒരു പരിധി വരെ മാറ്റാം. പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിതൊക്കെ പഠിച്ചു. നമ്മളിപ്പോ നീന്താൻ പഠിച്ചപ്പോ നമ്മൾ വിധി പഠിച്ചു നീന്താന്, ഒക്കെ എഴുതി പഠിച്ചു നീന്താൻ. പക്ഷെ വെള്ളത്തിലിട്ടാ നീന്താൻ അറിയില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, ആക്ഷൻ ആക്കുമ്പോൾ നമ്മൾ ന്യൂറോളജിയിൽ ഇത് കയറുള്ളൂ. ന്യൂറോളജി കയറി കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആവുള്ളൂ. മറ്റേത് വെറും പേപ്പറിൽ മാത്രമാണ് ഉണ്ടാവുക.
അപ്പൊ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ അങ്ങനെയാണുണ്ട്. പല കാര്യങ്ങളും അങ്ങനെയാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കതിനെ വർക്കിംഗ് ആക്കാൻ കഴിയാത്തത്. ഇത് എങ്ങനെ ചില കാര്യങ്ങളും നമുക്കിപ്പോ ഷിഫാനൊക്കെ ഒന്ന് ചെന്ന് ചിന്തിച്ചത് ഇപ്പൊ എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യം വരെ വരുന്നുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് വരെ ചോദ്യം വരുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. എനിക്ക് എന്തത് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ്. ഞാൻ പുസ്തകം വായിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് നിങ്ങളോട് ഇങ്ങനെ പറയാൻ കഴിയില്ല, ഇങ്ങനെ ഡീപ്പിലി എനിക്ക് പറയാൻ കഴിയില്ല. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. ദേഷ്യം നല്ലുള്ള ആളായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അഫീഫ പറഞ്ഞ അതേപോലെ തന്നെ പല ആൾക്കാരോട് ഞാൻ ക്ഷമിക്കാൻ ശ്രമിച്ചാലും പക്ഷെ അതിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിങ്ങനെ കേറി കേറി തികട്ടി വരും. അപ്പൊ വീണ്ടും അന്നുണ്ടായ അനുഭവം ഓർമ്മവും വീണ്ടും അവരോടുള്ള ദേഷ്യത്തിന്റെ കാലത്തിൽ വീണ്ടും നമ്മളുടെ ഉള്ളില് ഒരു വിഷമം, ഒരു വേദന അങ്ങനെ വരലുള്ളൂ. എവിടോ ഒരു വേദന, എവിടെ നമുക്കറിയില്ല, ഒരു ചെറിയ വേദന എവിടെയായിരുന്നു. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര ഗ്യാരണ്ടിയിൽ പറഞ്ഞത്. ഇതിനെ നമുക്ക് പ്രാക്ടീസ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഞാനിപ്പോ ഇതിന്റെ തിയറി എന്ത് പറഞ്ഞാലും അഫീഫക്ക് മനസ്സിലാവില്ല. ഒരൊറ്റ മണിക്കൂർ എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ ഇതിനെ സെറ്റാക്കി തരാം. ഇതാണ് എനിക്ക് തരാനുള്ള കാര്യം. പറഞ്ഞോ. ജനുവരിയിൽ വരാൻ നോക്കാം. എപ്പോഴാന്നുള്ളത് ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞാൽ എത്ര നിയറസ്റ്റ് ആയിട്ട് വന്നാൽ അതിനെ സെറ്റാക്കാം. ഒരു കുഴപ്പമില്ല. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സംഭവം. പക്ഷെ നമ്മൾ അതിനുള്ള പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ. നിങ്ങൾ പറയാണ് ഞാൻ നന്നായിട്ട് ഒരാള് ബിരിയാണി വെക്കാൻ അറിയാം. അയാൾ നന്നായിട്ട് ബിരിയാണിനെ കുറിച്ച് എസ് ഒക്കെ എഴുതിയിട്ട് മാർക്കൊക്കെ കിട്ടിയിട്ട് ബിരിയാണി വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ കാര്യമുള്ളത്? മനസ്സിലായോ? പിന്നെ പ്രാക്ടീസ് ചെയ്താലേ അറിയുള്ളൂ. ഓക്കെ, എന്ത് കാര്യവും അങ്ങനെയാണ്. നമ്മള് സ്റ്റിൽ പ്രാക്ടീസ്ഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു ടൂൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇതിനെ ഒഴിവാക്കാൻ ഒരു ടൂൾ ഉണ്ട്. ഇതിനൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടൂൾ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ചില സമയത്ത് ഇപ്പൊ അഫീഫക്ക് അത് അറിയാത്തതുകൊണ്ടും അഫീഫക്ക് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞത്, ചില സമയത്ത് ചില കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് കരകയറണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് നമ്മളെ സഹായിച്ചു തരേണ്ടി വരും. അത് സഹായിച്ചു തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇത്രേ അതിലുള്ളൂ. അപ്പൊ നമ്മളെ ഉള്ളിലേക്ക് എങ്ങനെയാണ് അതിന്റെ ആ ഫീല് കയറ്റുക, അത് എങ്ങനെയാണ് വർക്കിംഗ് ആക്കുക, എങ്ങനെയാണ് ആക്ഷൻ ഓറിയന്റഡ് ആക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഈസി പ്രോബ്ലം. പക്ഷെ എന്താണ്, നമ്മൾ സ്റ്റിൽ പ്രാക്ടീസ്ഡ് ആയിരിക്കണം. ഒരാൾ പറയണേ ജിമ്മിൽ പോയിട്ട് ഞാൻ പൈസ എത്ര വേണമെങ്കിലും തരാം, എനിക്ക് 2 ദിവസം കൊണ്ട് 6 പാക്ക് ആകണം എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഇല്ല, നമുക്കറിയില്ല, സാധിക്കില്ല. അതേപോലെയാണ് ഇതിനെ നമ്മൾ ആക്ഷൻ ആക്കി സ്ഥിരമായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ ശരീരത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടോ അതിലേറെ നമ്മൾ മനസ്സിനുള്ള സാധനങ്ങളും ചെയ്യാം. ഇതൊരു മനസ്സിന്റെ എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞതാണ്, ഒരു എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഇതൊരു സിമ്പിൾ സാധനമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോ അരമണിക്കൂറാണ് ഇതിന് പറയാം. അരമണിക്കൂർ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കൂല എന്ന് എനിക്ക് അറിഞ്ഞോണ്ടാണ് നിങ്ങൾ ഒരു 10 മിനിറ്റ് ആദ്യം കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. അപ്പൊ അരമണിക്കൂർ നേരം അത് പിടിച്ചു നിർത്താൻ കഴിയാന്ന് പറഞ്ഞാൽ, വേറെ ഒന്നിക്കും തീരാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ തന്നെ അതന്നെ ഒരു വലിയ കഴിവാണ്. അപ്പൊ തന്നെ നമ്മൾ കുറെ ശരിയാവും. മനസ്സിലായോ? അതിനാണ് ആ സാധനം പറഞ്ഞത്. നമ്മൾ സ്റ്റിൽ പ്രാക്ടീസർ ആണെങ്കിലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കൽ തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പിലും അതിലൊക്കെ 150-200 ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതിൽ സ്ഥിരമായിട്ട് കയറുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. നിങ്ങൾ മാത്രമാണ് ഇതിൽ കയറലുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ നിങ്ങളെ ഒന്ന് അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഡിഫറൻസ് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല. എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് അവരെ അവസ്ഥയും നമ്മളെ അവസ്ഥയും നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ എൻവയോൺമെന്റിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ എത്രത്തോളം പവർഫുൾ ആയിട്ട് 10ാം ക്ലാസ്സിൽ നമുക്കും ഉണ്ടാവുള്ളൂ, ഓർക്കും 10ാം ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓർക്ക് +2 ആയിരിക്കും, നമുക്കും +2 ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ പെർഫോമൻസ് ലെവല് നമ്മൾ അവരിലേറെ താഴെയായിരുന്നു. പക്ഷെ ഇന്ന് സ്റ്റിൽ പ്രാക്ടീസ്ഡ് ആയപ്പോ നമ്മുടെ പെർഫോമൻസ് ലെവൽ മാറിയിട്ടുണ്ടാവും. അവരത് മാറിയത് നമുക്ക് കാണാൻ സാധിക്കൂല. അവരവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോഴും ഇതാണ് എന്റെ യാഥാർത്ഥ്യം. എന്നും പ്രാക്ടീസ് ചെയ്യുന്നവന് മാത്രമേ ഇതൊക്കെ റിസൾട്ട് കിട്ടുള്ളൂ. എന്നും പ്രാക്ടീസ് ചെയ്യാത്തവന് ഇതൊന്നും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ഇതങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മളെ ഉള്ളിൽ ഒരു ദിവസം കൊണ്ടൊന്നും കയറിക്കൂടിയ സാധനമല്ല, വർഷങ്ങൾ എടുത്തിട്ട് നമ്മളെ ഉള്ളിൽ കയറിക്കൂടിയ സാധനമാണ്. അതിന് നമ്മൾ ഒറ്റയടിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും സാധിക്കൂല. അതൊരു സത്യമാണ്. സാധിക്കില്ല. മെല്ലെ അതിനെ അയച്ച് വിട്ടുമ്പോ നമ്മളെ ലൈഫ് ഇങ്ങനെ മാറും. അപ്പൊ നമ്മൾ ആദ്യത്തെ 4 ആഴ്ച എടുക്കും
നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ ഓക്കെ ഒരു 10-28 ദിവസം എടുക്കും. നമ്മളെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുമ്പോഴേക്ക് ഒരു 8 ആഴ്ച എടുക്കും. നമ്മളുടെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുമ്പോഴേക്ക് ഒരു 12 ആഴ്ച എടുക്കും. നാട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവുമ്പോഴേക്ക് ഒരു 16 ആഴ്ച എടുക്കും. എങ്ങനെ പറഞ്ഞേ? മനസ്സിലായോ? നമ്മളിലുള്ള സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 months നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളിലുള്ള മാറ്റം മെല്ലെ മെല്ലെ മനസ്സിലാകൽ തുടങ്ങും. ആർ യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ചങ്കുകളായിട്ടുള്ള നമ്മളെ അടുത്ത ആളുകൾക്ക് ഒരു 8 ആഴ്ച കൊണ്ട് 8 മന്ത് അല്ല വീക്കാണ് കേട്ടോ, സോറി വീക്കാണ് കേട്ടോ, വീക്ക് കൊണ്ട് 8 വീക്ക് കൊണ്ട് എന്ത് ചെയ്യും? വീക്സ് കൊണ്ട് മനസ്സിലാവും. 8 വീക്കുകളെ കൊണ്ട് 8 ആഴ്ച കൊണ്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിനെ നമ്മളെ വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു 12 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. നമ്മളെ മാറ്റം ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. വീണ്ടും നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 16 ആഴ്ച കഴിയുമ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? ഇത് മനസ്സിലാവും. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. അപ്പോ നമ്മൾ ഇതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 days, ഒരു മാസത്തെ. നിങ്ങൾ എന്ത് കോഴ്സ് ചെയ്യുമ്പോഴും നിങ്ങളോട് ആൾക്കാർ പറയും 3 മാസം ചെയ്യണം കേട്ടോ എന്ന് പറയും. ചോദിച്ചു നോക്കി, നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയും 3 മാസം നിങ്ങൾ ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്, അതിന് വിട്ടു നിൽക്കാൻ പാടില്ല എന്ന് പറയും. ഈ 3 മാസം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളൊരു ഹാബിറ്റായി മാറും 90 days. ആ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പ്രത്യേകം എന്താ വെച്ചാൽ പിന്നെ നമുക്കത് അതിൽ നിന്ന് മാറാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ നമുക്കതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതോടുകൂടി നമ്മളെ എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ 3 മാസം തുടർച്ചയായിട്ട് ചെയ്യൂല. ഇതാണ് സത്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. പുറത്തുള്ള ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഡയറ്റ് പ്ലാൻ ഒരാൾ എടുത്തു, ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് നല്ല ഫാറ്റ് ആയിട്ടുള്ള തടിച്ചിട്ടുള്ള ആളാണ്. ഞാനൊക്കെ എടുത്തതാണ് സത്യത്തില്. ഒരു 3 മാസം അത് അവർ പറഞ്ഞ അതേപോലെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തു. കാരണം ഞാൻ ഇപ്പുറത്തെ ഈ സീറ്റിൽ ഇരിക്കുന്നു, എന്റെ ഫ്രണ്ടിൽ എന്റെ മക്കൾ ഇരിക്കുന്നു, ഒരു ഷവർമ കഴിക്കുന്നു, ഞാൻ ഇവിടെ പച്ചവെള്ളം കുടിക്കുന്നു. എന്നിട്ട് പറയാണ് ഞാൻ ഭയങ്കര ഫുഡിയാണ് ആ സമയത്ത്. പറയാണ് ഉപ്പച്ചി കുറച്ച് ഞങ്ങൾക്കൊന്ന് കാണണം, എത്ര സമയം ഇരിക്കുന്നുള്ളത് ഒന്ന് കാണണം, ഇപ്പൊ പറയും ഷവർമക്ക്. ഞാൻ പറഞ്ഞു പറയില്ല മക്കളാണ്, പറയില്ല, ഒരിക്കലും പറയില്ല. അങ്ങനെ 3 മാസം ഡയറ്റ് പ്ലാൻ എടുത്തപ്പോ എനിക്ക് എന്തെല്ലാം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്ഭുതങ്ങൾ എന്റെ ശരീരത്തിൽ സംഭവിച്ചു. മനസ്സിലായോ? പക്ഷെ പല ആൾക്കാരും പലതും പറഞ്ഞു. എന്നോട് പല ആൾക്കാരും പറയും ചില പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതെ, ഭക്ഷണം മീൻസ് അതായത് എനിക്ക് പറ്റിയത് മാത്രമേ കഴിക്കുള്ളൂ, അല്ലാതെ തനിയെ ഞാൻ പോരുന്നത് കാണുമ്പോൾ പറയും എന്താടാ ഇങ്ങനെ തിന്നാതെ ജീവിച്ചിട്ട് കാര്യം, ഒരു കാര്യമില്ല, വേണമെങ്കിൽ തിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്റെ ചേല് ഇങ്ങനെ കണ്ടിട്ട്, എന്റെ കോലം കണ്ടിട്ട് ആകെ ഭയങ്കര സങ്കടാവും കേട്ടോ. ആകെ എന്റെ പഴയ സ്റ്റൈലിന് നല്ലത്, തടി ഉള്ളതിന് നല്ലത് കാണാനൊക്കെ. ഇന്റെ പ്രയാസം എന്താന്ന് ഓർക്കറിയില്ലല്ലോ. ഇല്ല, എനിക്കതുകൊണ്ട് കിട്ടുന്ന സുഖം എന്താന്ന് ഓർക്കറിയില്ലല്ലോ. ദാറ്റ്സ് എൻ എക്സ്പീരിയൻസ് ലെവലാണ് അല്ലെ? എക്സ്പീരിയൻസ് ലെവലാ. അത് അനുഭവിക്കണവന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയും, ഞാനൊരു ചിരി ഇങ്ങനെ ചിരിക്കും. പണ്ട് ദേശീയുള്ള കാലത്താണെങ്കിൽ ഞാൻ ചിലപ്പോൾ പൂസിയിട്ടുണ്ടാവും, ഒന്നാണ് കൊടുക്കും, ജാരട എന്റെ കാര്യം ചോദിക്കാനും ചോദിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ചിരിക്കും, ഒക്കെ ശരിയാക്കാൻ നമുക്കറിയാം, ഒക്കെ റെഡി ആവുന്ന അറിയും. അത്ര പറയും. എന്റെ വിശദീകരണം കൊടുക്കൂല, ഒന്നും പറയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇതേ ആൾക്കാരെന്നെ എന്നോട് ചോദിക്കൽ തുടങ്ങി, ഈ എങ്ങനെ ചെയ്തത് ഒന്ന് പറഞ്ഞോണ്ടാ, എന്താണ് സമയം? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞാൽ ചെയ്യാൻ കഴിയൂല, പിന്നെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളൊക്കെ റെഡി ആവുമ്പോൾ മനസ്സ് ഫുൾ ഉറച്ചു വരുമ്പോ ഞങ്ങൾ വരി, അപ്പൊ ഞാൻ അതിന് ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് അപ്പൊ നമുക്ക് റെഡി ആക്കാം. അതും ഞാൻ പറയില്ല. എന്താ കാരണം? അപ്പോഴും അതിന് കുറെ ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ചെയ്ത് അങ്ങനെ ആവും, ഇത് എങ്ങനെ ചെയ്ത് അങ്ങനെ ആവും എന്നൊക്കെ പറയാണ്ടാവും. ഇല്ല. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും, ഞാൻ ഇത് നിങ്ങളോട് ഇത്ര ധൈര്യത്തിൽ പറഞ്ഞു. ഞാൻ പ്രാക്ടീസ് ചെയ്ത്, ഞാൻ അനുഭവിച്ച്, ഞാൻ എന്താണ് അതിന്റെ എക്സ്പീരിയൻസ് അത് അറിഞ്ഞ്, അതുകൊണ്ട് ആ അറിഞ്ഞതിന്റെ ഫലങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ കുട്ടികളോട് ഞാൻ സംസാരിക്കലുള്ളൂ. അല്ലാത്ത ഞാൻ സംസാരിക്കൂല, ഒരിക്കലും സംസാരിക്കില്ല. എന്റെ പോളിസി അതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോ
അങ്ങനെ അനുഭവം, ലൈഫ് ഈസ് എൻ എക്സ്പീരിയൻസ് ലെവൽ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വേദനകളിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇതേപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താനും പറ്റും. ഇതെല്ലാം നമ്മളുടെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ ഈ രണ്ട് സാധനം നിൽക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ധൈര്യമായിട്ട് അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം അത് നമ്മൾ അടുത്ത് തന്നെ ഉണ്ട്, നമ്മുടെ എടുത്താൽ മതി. ഒരു പ്രശ്നമുള്ള സാധനമല്ല. പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കണം. ഒരു ദിവസം കൊണ്ട് കിട്ടൂല. ഒരു ദിവസം കൊണ്ട് കിട്ടൂല. ഗ്യാരണ്ടി. ഒരു ദിവസം കൊണ്ട് കിട്ടൂല. അങ്ങനെ. അപ്പൊ ദിവസങ്ങൾ എടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് വേറെ ആരും പറഞ്ഞേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ പറയുന്നത്. എന്നെ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഒക്കെ വേറെ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ ഇത്ര ഗ്യാരണ്ടി പറയുന്നത്. ഇതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. എവിടെ നമ്മളെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അപ്പപ്പോ ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും കാര്യം ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകണം. നമ്മളെ റൂട്ട് ക്ലിയർ ആക്കി പോകണം. നമ്മളുടെ ഉള്ളിൽ അസ്യൂം ചെയ്യുന്ന പരിപാടി നമ്മുടെ നാശത്തിലേക്കാക്കും. അസ്യൂം ചെയ്യുക, അതായത് അത് അങ്ങനെ ഇരിക്കേരം അല്ലല്ല അത് പറ്റില്ല. അത് അങ്ങനെ ആണോ അല്ലേ കൃത്യമായിട്ട് അറിയണം. കൃത്യമായിട്ട് അറിയണം. ഞാൻ പറയും പറ അല്ല പറഞ്ഞോളൂ. ഡൗട്ട് ചോദിക്കാണ്. നമ്മുടെ ഈ ഫേക്ക് സ്മൈലിന് പവർ ഉണ്ടോ? എങ്ങനെ? ഈ ഫേക്ക് സ്മൈലിന് പവർ ഇല്ല. പക്ഷെ ഫേക്ക് സ്മൈലിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ഇപ്പോ നമ്മളെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു എനർജി കിട്ടാനുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാണേ, നമ്മളിപ്പോ ഒരു മരിച്ച വീട്ടിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ് വന്നത്. പക്ഷെ മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെ നിൽക്കുക? അവിടെ ആ ഒരു രീതിയിലായി നിൽക്കുക, അല്ലെ? ഓക്കെ. എന്നാൽ നമ്മള് വിഷമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ഒരു സന്തോഷമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ആ വിഷമത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കും, ഇല്ലേ? മാറൂലേ? ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ മാറും. കുറച്ചൊരു സുഖം കിട്ടും. നമുക്ക് ഒരു താൽക്കാലികമായൊരു സുഖം കിട്ടും. ഇതേപോലെ നമ്മൾ ചിരിക്കാത്ത ആളുകൾ ചിരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ചിരി ഫേക്ക് ചിരി ആയിരിക്കാം ഫസ്റ്റില്. പക്ഷെ കുറച്ച് കഴിയുമ്പോ ആ ചിരി കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം ഉള്ളിൽ വന്ന് തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട്. മനസ്സിലായോ? ഇപ്പൊ നമ്മളെന്ത് ചെയ്യാണ്? ഇപ്പൊ ഷിഫാനക്ക് സങ്കടം ഉണ്ട്. ഷിഫാന ഇങ്ങനെ ഇരുന്ന് പോവാണ്. എന്താ സങ്കടം? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഷിഫാൻ എന്ത് ചെയ്യാണ്? ഷിഫാന സങ്കടത്തിന്റെ അല്ല, വിഷമമൊക്കെ ഉണ്ട്, ചിരിച്ച് പ്രാക്ടീസ് ചെയ്തു. ചിരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാറിയാൽ ഈ പെണ്ണുണ്ടല്ലോ, പെണ്ണ് കടിച്ചു പിടിപ്പിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ രണ്ട് രീതിയിൽ പിടിക്കാൻ പറ്റും. ഇങ്ങനെ പിടിച്ചാൽ ആർക്കും ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ പിടിച്ചാല് അതേ സമയത്ത് പല്ലുകൊണ്ട് പഠിച്ചു വിട്ടാലാ ഉണ്ടായി ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇത്രയും പേശികൾ ഇവിടെ വർക്കിംഗ് ആവും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഉള്ളിക്ക് നമുക്ക് ആ ഒരു സാഹചര്യത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും അവിടുന്ന് ഒരു എനർജി നമ്മളെ ഉള്ളിലേക്ക് അറിയാതെ കയറും. ഓക്കെ. അപ്പൊ അതെന്താവും? അത് നമ്മളെ കുറച്ചും കൂടെ എനർജറ്റിക് ആക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പൊ ഇത് ഫേക്ക് ആണ് നമുക്ക് തന്നെ അറിയാം. പക്ഷെ ഫേക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നമ്മളെ ഉള്ളിൽ ആ മാസ്ക് ഉള്ളതുകൊണ്ടാണ്. അവിടെ ഒരു മാസ്ക് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ മാസ്ക് ഓട്ടോമാറ്റിക് റിമൂവ് ആവുമ്പോൾ പിന്നെ അത് ചാലുവായി മാറിക്കൊള്ളും. പക്ഷെ ചിരിക്കാൻ പഠിക്കൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം ചിരി എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ മഹാബോറായിരിക്കും. ചിരിക്കുമ്പോഴേ ഭംഗിയുള്ളൂ. എന്താണ് ആ ചിരി മറ്റൊരാൾക്ക് എനർജി കൊടുക്കുമ്പോൾ അയാളിൽ നിന്നൊരു എനർജി ഇങ്ങോട്ടേക്കും നമുക്ക് കിട്ടും. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ആ എനർജി കൊണ്ട് നമുക്ക് കുറച്ച് സമയത്തെങ്കിലും, ഫേക്ക് ചിരിയാണെങ്കിലും കുറച്ച് സമയത്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ചിരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചിരിക്കാത്ത സാധനം എപ്പോഴാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഹയർ സെൽഫാണ്, ഒന്ന് ലോവർ സെൽഫാണ്. നമ്മൾ ലോവർ സെൽഫിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചിരിക്കാതിരുന്നത്. വിഷമോ എന്തെങ്കിലും ഉള്ള സമയത്താണ് ഉണ്ടായത്. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ന്യൂട്രലൈസ് ആവും. അതായത് ഒന്നും പ്രശ്നമില്ലാത്തൊരു സമയമാവും. അപ്പോ നമ്മളെ ഉള്ളിലേക്ക് ഈ സാധനം കയറി വരും. എന്താ കയറി വരിക? ഞാൻ അവളെ കണ്ടു, ഞാൻ ചിരിച്ചില്ലല്ലോ, ഞാൻ സങ്കടത്തിലേനു, ചിരിച്ചില്ല. ആ ഒരു വിഷമം വീണ്ടും കയറി വരും. ചിരിക്കാനും എനിക്ക് എന്നുള്ളൊരു വിഷമം കയറി വരും. വീണ്ടും നമ്മൾ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ ചിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ ഒരു ഫേക്ക് ആയിട്ടാണ് ചിരിച്ചതെങ്കിലും ആ ഭാഗം അവിടെ ചാപ്റ്റർ ക്ലോസ് ആക്കിയിട്ടാണ് നമ്മൾ പോരാ.
അപ്പൊ ചിരിച്ച് പഠിക്കണം എന്ന് പറയുന്നത്, ചിരിച്ച് പഠിക്കുക അതൊരു സ്കില്ലാണ് സത്യത്തില്. ചില ആൾക്കാർക്ക് സന്തോഷം ഉണ്ടായാലും ചിരിക്കാൻ പറ്റില്ല. സത്യം. എനിക്കൊന്നും ചിരിക്കാൻ കഴിയൂലായിരുന്നു. ഞാൻ ചിരിച്ചാൽ ഞാൻ ഉള്ളിൽ ചിരിച്ചാലും പുറത്തേക്ക് കാണൂലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എന്റെ മുഖത്തേക്ക് നോക്കിയ ഒരു ഗൗരവത്തോട് കൂടി. ഇപ്പൊ അടുത്ത കുട്ടികളോട് പറഞ്ഞല്ലോ, ഇപ്പൊ കോൺവെക്കേഷൻ ആണ്, സാറിനെ കാണുമ്പോൾ ആദ്യം ഭയങ്കര പേടിയാണ്. അങ്ങനെ കാണില്ല ആദ്യം തന്നെ അങ്ങനെ കരുതല്. മിക്കവാറും ആൾക്കാർ അങ്ങനെ കരുതി. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല, വേറെ കാര്യം. ഞാൻ എന്റെ 19ാമത്തെ വയസ്സിൽ MD സീറ്റിക്ക് ഇരുന്ന ആളാണ്. അത് ഇരുന്നത് എന്തുകൊണ്ടാണ്? ആ പേടി തോന്നുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയത്. ഒരു ചെറിയ കുട്ടിയായിട്ടാണ് തോന്നിയതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂലേനോ? മുബശ്ശിറാനെ വരയ്ക്കാൻ തോന്നിയാല് എനിക്കത് ആ സീറ്റിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ അത് ഇരിക്കാൻ പറ്റിയത് ആ കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ചില കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറും, ചില കാര്യങ്ങൾ നമുക്കത് അനുഗ്രഹം ഇല്ലാതെ മാറും. പക്ഷെ നമുക്കതിനെ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത ചോദ്യം വീണ്ടും ചോദിക്കാം. ഞാൻ ചോദിക്കാണ്. അതായത് ഞാൻ എപ്പോഴും ചിരിച്ചിട്ടുള്ള ഒരാളാണ്. അതിനിപ്പോ എന്താ പറയാ, എന്റെ സങ്കടങ്ങളൊക്കെ, എന്റെ ഇമോഷൻസ് ഒക്കെ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ ചിരിക്കും. എപ്പോഴും ഒരു പോസിറ്റീവ് എന്താ പറയാ എനർജിയും അതേപോലെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും ഓൾവേസ് ചിരിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോ ഞാൻ എന്റെ ഇമോഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ ചിരിക്കുമ്പോ എനിക്ക് ഫിസിക്കലി മെന്റലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഭാവിയിൽ? അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെന്താ വെച്ചാൽ, അതിനാണ് ഈ സാധനം മെല്ലെ ഒഴിവാക്കണം. ഉള്ളിലുള്ള ചിരിക്കൽ അങ്ങനെ ചിരിച്ചോ, മറ്റേ ചിരിക്കാതിരുന്നാലും ആ പ്രശ്നം ഉണ്ടാവും, ചിരിച്ചാലും ആ പ്രശ്നം ഉണ്ടാവും. ഉള്ളിലുള്ളത് എന്തായാലും കളയൽ നിർബന്ധമാണ്. അതിനെ മെല്ലെ ഒഴിവാക്കണം. ഇവിടെ അടുത്തല്ലേ? കോട്ടക്കൽ എവിടെ അല്ലേ? കോട്ടക്കല് ഇന്ത്യൻ സൈഡില്. സിഫാന ഒരു ദിവസം വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് പോരെ. ഈ സാധനം മെല്ലെ ഒഴിവാക്കിക്കോ. ഇറ്റ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ ആണ്. മെല്ലെ ഒഴിവാക്കിക്കോ. എല്ലാ സാധനം പറഞ്ഞിട്ട് ഒഴിവാക്കി വരുമ്പോ ഒരു വേറെ ലൈഫ് നമുക്ക് വരും. അപ്പൊ മനസ്സിലാവും ഇതേ കഴിച്ച് ഇപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊരു മായയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതിപ്പോ എങ്ങനെ ഒഴിവാക്കുക, ഇതിപ്പോ ഏത് ലോകത്ത് നിന്നാണ് ഇപ്പൊ സാർ ഈ പറയുന്നത്, ഇങ്ങനത്തെ ഒരു ലോകം ഉണ്ട്, ഇതൊക്കെയാണ് നമ്മളെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന സാധനം. പക്ഷെ അതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സാധനം മനസ്സിലാവും. ഇതൊരു സിമ്പിൾ സംഭവമാണ്. സിമ്പിൾ അല്ല, പക്ഷെ ചെയ്യാൻ സിമ്പിൾ ആണ്. പക്ഷെ ഇതിന് എഫക്ട് ഭയങ്കരമാണ്. അതുകൊണ്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം നമ്മളത് അനുവദിക്കൂല. നമ്മൾ ആ ഒരു അക്സെപ്റ്റന്റ് മനസ്സും ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ അങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് അതിനങ്ങോട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ അത് അംഗീകരിച്ച് പഠിപ്പിച്ചാൽ ഈ സാധനം ഭയങ്കര ഒരു സാധനമാണ്. നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുക, ബ്രെയിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഓക്കെ. പ്രത്യേകിച്ച് എന്താ വെച്ചാല്, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഓൾറെഡി ഉണ്ടാവും. ആ ഗുണങ്ങളിലേക്ക് ഇതിനങ്ങോട്ട് ക്ലബ് ചെയ്യുമ്പോൾ, ഇതിനങ്ങോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പവറാവും. ഇപ്പോൾ ചിരിക്കാൻ ഓൾറെഡി കഴിവുണ്ട്, പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അതിന്റെ കൂടെ നമ്മളെ റിയൽ ഹാപ്പിനെസ്സും കൂടെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. മനസ്സിലായോ? സിഫാന എന്ത് കഴിഞ്ഞതാ? +2 ആണോ ഡിഗ്രി ആണോ? ഞാൻ +2. ഓക്കെ. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആളായി മാറാൻ പറ്റും. ഇതാണ് സാധനം. ഇത് ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ തുറന്ന് കീറി മുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്റെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അവസാനമാകുമ്പോഴേക്ക്, നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ എനർജറ്റിക് മാറാനുള്ള കാരണം. ഇതൊന്നും ഞാൻ അതിൽ പറയില്ല ഓപ്പൺ ആയിട്ട്, പക്ഷെ ഞാൻ നിങ്ങൾ അറിയാതെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ തുറന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഡീപ്പർ ലെവലിൽ ചെയ്യാൻ പറ്റും. ഇത് NLP ആണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. ന്യൂറോ എന്നാൽ നെർവ്, അതായത് ഞരമ്പ്. ലിംഗ്വിസ്റ്റിക് നാഡി വ്യൂഹങ്ങളിലുള്ള പ്രോഗ്രാമിംഗ് ആണ്. നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിംഗ് കാണാൻ പറ്റുമോ നമുക്ക്? നിങ്ങളിപ്പോ വിൻഡോസിനെ കാണാൻ പറ്റുമോ? വിൻഡോസ് എന്ന് പറഞ്ഞ സാധനത്തിനെ നിങ്ങൾക്ക് അറിയില്ല, അതിന്റെ ഉള്ളിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്താൽ അറിയില്ല. അതേപോലെയാണ് നമ്മുടെ ഉള്ളിലൊരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ആ പ്രോഗ്രാമിങ്ങിനെ മറിക്കുന്ന സാധനമാണ് ഇത്. അങ്ങനെ ആ പ്രോഗ്രാമിങ്ങിനെ മാറ്റി ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ പെർഫോമൻസ് മാറുക. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അതിനെ നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ. അതേപോലെയാണ് ഇത്. എന്നാലോ നമുക്ക് ഫോണിനെ നമുക്ക് കാണാനും ഫിസിക്കലി നമുക്ക് ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് പിടിക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതിന്റെ ഉള്ളിൽ സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യുമ്പോൾ
അതിന്റെ വർക്കിംഗ് എന്താവും, പെർഫോമൻസ് കൂടും. നമ്മുടെ ഉള്ളില് നമ്മളെ ഫോൺ എപ്പോഴാണ് ഹാങ് ആവുന്നത്, അല്ലെങ്കിൽ ഫോൺ എപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോമൻസ് ഇല്ലാതാവുന്നത്, അതിന്റെ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻ കിട്ടാതെ അങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോഴാണ്. ആ അപ്ഡേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഫോണ് ഫാസ്റ്റ് ആവും, അതിന്റെ പെർഫോമൻസ് ലെവലൊക്കെ കൂടും. അതേപോലെ സെയിം സാധനം നമ്മൾ അപ്ഡേറ്റഡ് ആവുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള സാധനം അപ്ഡേറ്റഡ് ആവുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ലെവൽ കൂടും. ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞുള്ള സാധനം. ഇതാണ് ഈ സയൻസ്. ഇതൊരു സയൻസാണ്, അല്ല ഞാൻ ഉണ്ടാക്കി തോന്നുന്നില്ല, ഇതൊരു സയൻസാണ്. ഈ സയൻസ് ഏത് ഭാഗത്തേക്ക് ഉപയോഗിക്കണം, ബിസിനസ്സിൽ ഉപയോഗിച്ചാൽ അതിൽ വളർച്ച ഉണ്ടാവും, കുടുംബജീവിതത്തിൽ ഉപയോഗിച്ചാൽ അതിൽ വളർച്ച ഉണ്ടാവും, നമ്മളെ പ്രൊഫഷണലി ഉപയോഗിച്ചാൽ അതിൽ വളർച്ച ഉണ്ടാവും, എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? എനിമോ? ഇല്ല.